നമസ്കാരം. നമ്മൾ ലളിതാസഹസ്രനാമ സ്തോത്രത്തിൻ്റെ ആ ഒരു ഉൽപ്പത്തിയുടെ അടുത്തെത്തിയിരിക്കുന്നു. ഭണ്ഡാസുരൻ്റെ വധമാണ് നടക്കാൻ പോകുന്നത്. കുസുമാകരം എന്ന് പറയുന്ന മഹാരഥത്തിലിരുന്നു കൊണ്ട് ഏതാണ്ട് 10,000 വർഷത്തോളം കാമേശ്വരിയും ചേർന്ന് ലോകക്ഷേമം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ നാരദർ ചെന്നിട്ട് പറഞ്ഞു, ഭഗവതി അങ്ങയുടെ അവതാര ഉദ്ദേശം ഇതൊന്നുമല്ല, ഭണ്ഡാസുരൻ്റെ വധമാണ് എന്ന് പറഞ്ഞ് ഓർമ്മിപ്പിച്ചപ്പോൾ ഭഗവതി തൻ്റെ ക്രിയാത്മകമായ രൂപത്തിലേക്ക് ഭാവത്തിലേക്ക് കടക്കുകയാണ്. ഭഗവതിയിൽ നിന്ന് അനേകം വിഭൂതികൾ ഇങ്ങനെ പുറത്തേക്ക് വരികയാണ്. ആദ്യമായി വന്നത് ഭഗവതിയുടെ അങ്കുശത്തിൽ നിന്ന് സമ്പത്കരി എന്ന് പറയുന്ന ദേവതയാണ്. പിന്നീട് വന്നത് ഭഗവതിയുടെ പാശത്തിൽ നിന്ന് അശ്വാരൂഢ എന്ന് പറയുന്ന ദേവി ഉണ്ടായി. അതിനുശേഷം ഭഗവതിയുടെ സർവ്വസൈന്യാധിപമായിട്ടുള്ള ദണ്ഡനാഥാദേവി ഇങ്ങനെ പുറത്തേക്ക് പ്രത്യക്ഷയായി. അതിനുശേഷം ദണ്ഡനാഥാദേവി തൻ്റെ കിരിചക്രരഥത്തിലൊക്കെ ഇരുന്ന് അങ്ങനെ അങ്ങോട്ട് വിരാജിച്ച് വിളങ്ങി. അതിനുശേഷം ഭഗവതിയിൽ നിന്ന് പുറത്തേക്ക് വന്നത് ലളിതാംബികയുടെ മന്ത്രിസ്ഥാനം അലങ്കരിക്കുന്ന മന്ത്രിണീ ദേവിയാണ്. അങ്ങനെ ഇവരെല്ലാവരും കൂടെ ചേർന്ന് അനേക ശതം ലക്ഷം കോടി ദേവീ രൂപങ്ങൾ ഭാവങ്ങൾ ഇങ്ങനെ അങ്ങോട്ട് ഉണ്ടായിട്ട് ഇവരെല്ലാവരും കൂടെ ഭണ്ഡാസുരനുമായിട്ടുള്ള യുദ്ധത്തിലേക്ക് കടക്കുകയാണ്. ഭണ്ഡാസുര വധോദ്യുക്തി ശക്തിസേന സമന്വിത എന്ന് പറയുന്ന നാമം മുതൽ ലളിതാസഹസ്രനാമത്തിൽ ഇത് വളരെ വിസ്തരിച്ച് തന്നെ ഉണ്ട്. ഇത് പുരാണ ദർശനം, അതായത് പുരാണ കഥയായിട്ടും വൈദിക ദർശനമായിട്ടും പിന്നീട് താന്ത്രിക ദർശന രീതിയിലും നമുക്കിത് മനസ്സിലാക്കുവാൻ സാധിക്കും. അത് ചെന്ന് തീരുന്നത് ആ നാമങ്ങളുടെ അവസാനം ഏകദേശം ഭണ്ഡാസുര വധോദ്യുക്തി ശക്തിസേന സമന്വിത എന്ന് തുടങ്ങി കാമേശ്വരാസ്ത്ര ദഗ്ധ സവണ്ടാസുര ശൂന്യക എന്ന് പറയുന്ന ഭാഗത്ത് ഏകദേശം തീരും. അപ്പോൾ ഇത്രയും ഭാഗത്ത് അനേക സവിശേഷതകളുള്ള അതിനിഗൂഢമായ പല മന്ത്രങ്ങളെക്കുറിച്ച് കൃത്യമായി തന്നെ ലളിതാസഹസ്രനാമത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള യുദ്ധം നടക്കുന്ന സമയത്ത് വിഷങ്കനെ വധിക്കുന്നു. വിശുക്രൻ വന്നിട്ട് ഒരു പ്രത്യേക തരത്തിലുള്ള ജയവിഘ്നം എന്ന് പറയുന്ന ഒരു മന്ത്രം, ഒരു വിഘ്നയന്ത്രം ഈ നമ്മുടെ ദേവിമാരുടെ ആ ഒരു പടയ്ക്കുള്ളിലേക്ക് എറിയുകയും അതിൽ മോഹിതരായി എല്ലാവരും വല്ലാതെയാകുകയും പിന്നീട് അപ്പോൾ ഗണേശ്വരൻ വന്നിട്ട് ഗണനാഥൻ വന്നിട്ട് ഗണപതി വന്നിട്ട് അതെല്ലാം അത് കൊമ്പുകൊണ്ട് കുത്തികളാക്കി നശിപ്പിക്കുകയും പിന്നെ ബാലാദേവി ഭണ്ഡാസുരൻ്റെ പുത്രന്മാരെ വധിക്കുവാൻ വേണ്ടി ബാലാദേവി എങ്ങോട്ട് എഴുന്നള്ളുന്നതും അവരെ ഇല്ലായ്മ ചെയ്യുന്നതും ഉൾപ്പെടെ ആ യുദ്ധത്തിൻ്റെ അവസാനം 1000 സൂര്യന്മാരുടെ പ്രഭയോടുകൂടിയ കാമേശ്വരാസ്ത്രം പ്രയോഗിച്ച് ശൂന്യക നഗരത്തെയും അതേപോലെ തന്നെ ഭണ്ഡാസുരനെയും ഭഗവതി വെണ്ണീറാക്കി കളയുകയാണ്. അതോടുകൂടി യുദ്ധം തീരുകയാണ്. ലോകക്ഷേമം വീണ്ടും പരിപാലിക്കപ്പെടുകയാണ്, പുനഃസ്ഥാപിക്കപ്പെടുകയാണ്. എങ്ങനെയാണോ കാമദേവൻ്റെ ഒരു ചാരത്തിൽ നിന്ന് ഈ ഭണ്ഡാസുരൻ ഉണ്ടായത്, അതേപോലെ തന്നെ ഭണ്ഡാസുരനും ചാരമായി മാറി. ഭണ്ഡാസുരനെ വീണ്ടും ആ ചാരത്തിൻ്റെ അവസ്ഥയിലേക്ക് മാറ്റപ്പെടുത്തിയ ആ ഭഗവതി തന്നെ വീണ്ടും കാമദേവന് ആ ചാരത്തിൽ നിന്നും പുനർജീവൻ കൊടുത്ത് അദ്ദേഹത്തെ അനുഗ്രഹിച്ച് അദ്ദേഹത്തിനെ അയക്കുകയാണ് ഉണ്ടായത്. ശേഷം ഭഗവതി തൻ്റെ ആ ഒരു വലിയ ആ ഒരു ചക്രത്തിൽ വന്നിട്ട് ഇങ്ങനെ വിരാജിച്ചരളുകയാണ്. ശേഷം നടക്കാൻ പോകുന്നത് ഇനി ലളിതാസഹസ്രനാമത്തിൻ്റെ ഉൽപ്പത്തിയാണ്. വശിന്യാദി വാഗ്ദേവതകളോട് ഭഗവതി അങ്ങോട്ട് പറയുന്ന ഭാഗം മുതൽ നമ്മുടെ അടുത്ത വീഡിയോയിൽ കാണാം. അത് വളരെ വിശേഷപ്പെട്ട ഒരു ഭാഗമാണ്. നമുക്കത് കൃത്യമായിട്ട് തന്നെ പറയാം. ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം ഞാൻ ലളിതാസഹസ്രനാമത്തിലെ പറഞ്ഞു. ആ പറഞ്ഞ ഭാഗം ഭണ്ഡാസുര വധോദ്യുക്ത ശക്തിസേന സമന്വിത എന്ന് തുടങ്ങുന്നത് മുതൽ കാമേശ്വരാസ്ത്ര നിർദഗ്ധ സഭണ്ഡാസുര ശൂന്യക എന്ന് പറയുന്ന ഭാഗമാണ്. അത് ഈ ലളിതാസഹസ്രനാമത്തിലെ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ മന്ത്രങ്ങളുടെ പ്രയോഗങ്ങൾ പറയുന്ന ഒരു ഭാഗമാണ്. താന്ത്രിക ദർശനത്തിലൂടെ നമ്മളതിനെ നോക്കിയാൽ ഇതൊക്കെ പിന്നീട് വിശദമായി ഗുരുവിൻ്റെ അനുഗ്രഹത്തോടും അനുവാദത്തോടും ആചാര്യന്മാരുടെ അനുഗ്രഹത്തോടും കൂടി പറയുന്ന അത്രയും എല്ലാം പറയുവാൻ സാധിക്കുകയില്ല, പറയാൻ അനുവദിക്കപ്പെടുന്ന അത്രയും ഭാഗം ബാക്കിയൊക്കെ ഗുരുവിൽ നിന്ന് നേരിട്ട് മനസ്സിലാക്കേണ്ടതാണ്. നമുക്ക് പറയുവാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു. ഭഗവതി.